സോ ഹലോ ഗെയ്സ്, ഗെയിമർമാൻ്റെ മറ്റൊരിടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ രാവിലെ നമ്മൾ ജിമ്മിൽ കയറി വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്താടാ ഷിൻച രാവിലെ ഇവിടെ നിൽക്കുന്നത്? ഷിൻചനെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഫ്രാങ്കമ്പേ നമ്മളെ ആരോ കാണാൻ വന്ന്. എന്താ നമ്മളെ കാണാൻ വന്നത്? നമ്മളെ ആരാടെ കാണാൻ വരുന്നത്? ശരിയാണല്ലോ, ആരോ ഇവിടെ നിൽപ്പുണ്ടല്ലോ. എടാ, ഇത് വീടിൻ്റെ ഓണറല്ലേ? ആ, എന്താ രമേശ് ചേട്ടാ? എടാ ഫ്രാങ്ക്ലിനെ, നീയില്ലേ, നീ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ വീടിൻ്റെ വാടക തന്നിട്ടില്ല. പെട്ടിയും കണക്കും എടുത്ത് ഇറങ്ങിക്കോ. അയ്യോ രമേശ് ചേട്ടാ, ഞാനാണെങ്കിൽ ഈ വീടിൻ്റെ വാടകയുടെ കാര്യം മറന്നും പോയി. എനിക്കാണെങ്കിൽ ഇപ്പോൾ കാശും ഇല്ല. ആ ഓട്ടോ ഓടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. രമേശ് ചേട്ടാ, ഒരു 2 ആഴ്ച സമയം തരുവാണോ? എടാ ഫ്രാങ്ക്ലിനെ, 2 ആഴ്ച സമയം തരണമെങ്കിൽ നിൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോഴാ സമയം തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് 2 ആഴ്ച സമയം തരുമോ? അങ്ങനെ ചെയ്താൽ 2 ആഴ്ച സമയം തരാം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ രമേശ് ചേട്ടൻ നമുക്ക് 2 ആഴ്ച സമയം തരും. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് 2 ആഴ്ച സമയം കിട്ടിയിട്ടുണ്ട്. എടാ ഷിൻചാനെ, നമ്മളിനി എന്ത് ചെയ്യൂടാ? നമ്മളാണെങ്കിൽ ആ ഒരു ഓട്ടോ ഓടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വീടിൻ്റെ വാടകയോ 20,000. ഈ ലോസ് ആൻഡോസിൽ ഇപ്പോൾ എല്ലാവർക്കും കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓട്ടോ ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും ഷിൻചാനെ? നമുക്കെന്തായാലും ഓട്ടോ ഒന്നും ഓടാൻ പോകണം. 50 രൂപയെങ്കിൽ 50 രൂപയെങ്കിലും ഇന്ന് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഓട്ടോ ഓടാനൊക്കെ പോകണം. എന്നാൽ ഷിൻചാനെ, ഇനി ചിലവ് ചുരുക്കി ജീവിക്കാൻ നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഓട്ടോ ഓടാൻ പോവാണ്. ഒരു 50 രൂപയെങ്കിൽ 50 രൂപ 50 രൂപ സമ്പാദിക്കണം. ഫ്രാങ്കമ്പേ എന്നാൽ പോയിട്ട് വാ. ശരി ഷിൻചാനെ, നീ അകത്തിരി. അപ്പം നമുക്കെന്തായാലും ഓട്ടോ ഓടാൻ പോവാം. ഓക്കെ ഗൈസ്. ചേട്ടാ, ഓട്ടോ എന്താ ഓട്ടോ വേണം? എന്നാ കയറിക്കോ. എങ്ങോട്ടായിരുന്നു? പെട്രോൾ പമ്പ് വരെ. കയറിക്കോ ചേട്ടാ. അതിനെന്താ? ഓക്കെ, ഇവിടുത്തെ പെട്രോൾ പമ്പ് അല്ലേ? അതെ, അവിടുത്തെ പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിൽ. ഇന്ത്യൻ ഓയിൽ, അത് തന്നെ. നിങ്ങളിപ്പോൾ എന്തിനാ പെട്രോൾ പമ്പിൽ പോകുന്നത്? അത് പിന്നെ അവിടെ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ പോയതാണ്. എന്താ ജോലി കിട്ടി? നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഓക്കെ, നമുക്കെന്തായാലും ഈ പുള്ളീനെ അവിടെ കൊണ്ട് ആക്കാം. ഓക്കെ ചേട്ടാ, വേഗം വിടുക ചേട്ടാ, സമയമില്ല. എന്താ സമയമില്ലേ? ഫ്രാങ്ക്ലിൻ ഓട്ടോക്കാരനുള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം? ഞാൻ പറപ്പിച്ചെത്തി തരുമെന്ന് വെച്ചാൽ പറപ്പിച്ചെത്തി തരും. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓട്ടോ ഒക്കെ ഓടുന്നല്ലേ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ ചേട്ടാ, നമ്മൾ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നമ്മൾ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. ചേട്ടാ, ഇതാണ് പെട്രോൾ പമ്പ്. കയറിക്കോ, ഇറങ്ങിക്കോ. എത്ര രൂപയായി? 50 രൂപ. ഓക്കെ ചേട്ടാ, ഇറങ്ങിക്കോ. ഓക്കെ, നമ്മളാണെങ്കിൽ ഓട്ടോ കൂടി പുള്ളീനെ അവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് 50 രൂപ കിട്ടി ഗൈസ്. ഓക്കെ, നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ. പുള്ളീനെ അവിടെ നമ്മൾ വിട്ടിട്ടുണ്ട്. നമുക്ക് 50 രൂപ കിട്ടി. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ വീട്ടിൽ പോവാം. എനിക്കെന്തോ ഡെമ്പലൊന്നും പൊക്കാനൊക്കെ ചെറിയൊരു പാട് പോലെ, അല്ലെങ്കിൽ മറ്റേ നമുക്ക് ഒന്ന് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വയറ് കൂടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഷിൻചാനുമായിട്ട് നടക്കാൻ പോവാണ്. അതേ കേസ്, ഞാൻ ഷിൻചാനുമായിട്ട് നടക്കാൻ പോവാണ്. അപ്പം വരുമോയെന്ന് അറിഞ്ഞുകൂടെ, നടക്കാനായതുകൊണ്ട് ചിലപ്പോൾ വരും. ഓക്കെ, നമുക്കെന്തായാലും ഈ ഓട്ടോറിക്ഷ അകത്ത് ഇടാം. ഷിൻചാൻ എവിടെയാണോ ആവോ? മിക്കി മൗസിൻ്റെ വീട്ടിൽ വല്ലതും പോയി കാണുമോ? എടാ ഷിൻചാനെ, നീ എവിടെ? എടാ ഷിൻചാനെ, നമുക്ക് ഓടാൻ പോവാം. എടാ ഷിൻചാനെ എവിടെയാ നീ? എടാ ഷിൻചാൻ, എടാ നീ ഇവിടെ വന്നോ? നീ ഇപ്പോൾ എവിടെയായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടോ? ഫ്രാങ്കിൻ പിന്നെ ഓടാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ വന്ന്. എന്താ ഓടാൻ? അതൊക്കെ നീ കേട്ടല്ലേ? നമുക്കെന്തായാലും ഓടാൻ പോവാം. എടാ ഷിൻചാനെ, നീ നല്ലോണം ഓടും, നിനക്കും കുറച്ച് വയറൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും ഓടാൻ പോവാം. കുറേ നാളെ ദേഹവനൊക്കെ ഇപ്പണി ചെയ്തിട്ട്. ഓക്കെ. എടാ ഫ്രാങ്ക്ലിനെ എന്താടാ ഒരു പരിചയമുള്ള ഒച്ചയല്ലേ കേൾക്കുന്നത്? ആരടാ അത്? ഇത് ട്രെവറല്ലേ? എന്താ ട്രെവറേ? ഫ്രാങ്ക്ലിനെ, ഞാൻ ഇപ്പോൾ ലോട്ടറി കച്ചവടമൊക്കെ തുടങ്ങി. നീ എന്തായാലും ഒരു 100 രൂപ വന്നിട്ട് ലോട്ടറി എടുക്കുമോ? എന്താ 100 രൂപയുടെ ലോട്ടറിയാ? എൻ്റെ പൊന്നു ട്രെവറേ, എനിക്കാണെങ്കിൽ ഇപ്പോൾ കാശില്ല. വീടിൻ്റെ വാടക പോലും അടയ്ക്കാൻ കാശില്ല. അപ്പോൾ 500 രൂപ ഉണ്ട് കയ്യിൽ. ആ 100 രൂപ എടുത്ത് ലോട്ടറി വാങ്ങിക്കാന്ന് വെച്ചാൽ, എടാ ഫ്രാങ്ക്, നീ മര്യാദയ്ക്ക് വാങ്ങിച്ചു. എന്താ ഭരിപ്പിക്കുന്നത്? ഞാനൊന്നും വാങ്ങിക്കത്തില്ല.
ഫ്രാങ്ക്ലിനെ നീ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ നീ മുടിഞ്ഞു പോകുന്നു വെച്ചാൽ നീ മുടിഞ്ഞു പോകും. എന്താ എടാ പ്രാങ്കുന്നാ? ശരി, ഒരു ലോട്ടറി താ. എന്നാ ലോട്ടറി ആരെയൊക്കെ ചോദിച്ചോണ്ട് ഇനി നീ നന്നായിട്ട് ജീവിക്കും. എൻ്റെ പ്രാക്കെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ. എന്നാടാ ലോട്ടറി? അപ്പോൾ എടാ കാശ് അത് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് വെക്കാം. ഓടാൻ പോയ ഒരു മൂടങ്ങ് പോയി. എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ പോയി ഗൈസ്. ഇറങ്ങി ചെല്ലണ്ടായിരുന്നു. വാടാശിച്ചതിനകത്ത് വല്ലതും പോയി കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്ത് പോവാം. എടാ ഷിൻചാനെ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? വാടാ, നമുക്ക് പുറത്ത് പോയി ഇങ്ങനെ നിൽക്കാം. ഞാൻ ആലോചിക്കുന്ന വീടിൻ്റെ വാടകയ്ക്ക് എന്ത് ചെയ്യുന്ന? വെയിറ്റ് മിനിറ്റ്സ്, ആരാടാ വിളിക്കുന്നത്? എടാ ഇത് ട്രെവറല്ലേ? ഹലോ, എന്താ ട്രെവറെ? എടാ ഫ്രാങ്ക്ലിൻ, നിനക്ക് 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. നീ നേരത്തെ എൻ്റെ നിന്ന് വാങ്ങിച്ച ലോട്ടറി ഇല്ലേ, അതിന് നിനക്ക് 1ാം സമ്മാനം കിട്ടിയടാ. 1ാം സമ്മാനം 50 ലക്ഷം രൂപ. 1ാം സ്ഥാനമാണ് നിനക്ക് അടിച്ച്. എന്താടാ ട്രെവറെ, നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ലോട്ടറി എനിക്ക് അടിച്ചു? അതും 1ാം സ്ഥാനം 50 ലക്ഷം രൂപയോ? ആടാ, എന്തോ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എടാ ഞാൻ അവിടെ കിടക്കുമായിരുന്നു. ഇനി ഞാൻ വല്ല സ്വപ്നം കാണുകയാണോ? എടാ സ്വപ്നമൊന്നുമല്ല, സത്യമായിട്ട് നിനക്ക് ലോട്ടറി അടിച്ച്. ഗോൾ അടിച്ചല്ലോടാ ഫ്രാങ്ക്ലിനെ. എടാ അപ്പോൾ നിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ട എന്തായാലും നന്നായി. അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നൊരു പാവപ്പെട്ടവനായിരുന്നു. ഇപ്പം ഞാൻ പണക്കാരനായി. 50 ലക്ഷം രൂപ. ഞാൻ ഇപ്പം ലക്ഷപ്രഭു. എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എടാ ശരി, നീ വെച്ചോ. എടാ ഷിൻചാനെ, നമ്മൾ രക്ഷപ്പെട്ടു. എന്താ ഫ്രാങ്ക്ലിൻ ബൈ? എടാ ഞാൻ നേരത്തെ ട്രെവറിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തില്ലേ, അതെനിക്ക് അടിച്ചു 1ാം സ്ഥാനം 50 ലക്ഷം രൂപ. ഇനി ഇപ്പം എനിക്ക് വീടിൻ്റെ വാടകയ്ക്കല്ല, ഈ വീട് വാങ്ങിക്കാനുള്ള കാശുണ്ട്. യെസ് ഗൈസ്, നമുക്കങ്ങനെ 50 ലക്ഷത്തിൻ്റെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. ഇരിക്കാനും നടക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.